വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അറിയാം. നമുക്കറിയാം 2 സെക്ഷൻ ആയിട്ടാണെന്നറിയാം. ഒന്ന് ഗ്രാമർ പാർട്ടും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചല്ല പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും. നമസ്കാരം, എൻട്രി ആപ്പിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും അതിനു വേണ്ടിയിട്ട് വളരെ വലിയൊരു തയ്യാറെടുപ്പിലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം, അതിലേക്കുള്ള ദൂരം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളുടെ ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് സിലബസിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് കവർ ചെയ്യുകയും വേണം. നമുക്കറിയാം 2 സെക്ഷൻ ആയിട്ടാണെന്നറിയാം. ഒന്ന് ഗ്രാമർ പാർട്ടും ഒന്ന് വൊക്കാബുലറി പാർട്ടും. വൊക്കാബുലറി പാർട്ട് എന്ന് പറയുമ്പോൾ പ്യുവർ നമ്മൾ സിനോണിംസ്, അന്റോണിംസ് അതേപോലെയുള്ള വൊക്കാബുലറി പാർട്ട് നിങ്ങൾക്കറിയാം. മറ്റൊന്ന് ഗ്രാമർ സെക്ഷൻ. ആ ഗ്രാമർ സെക്ഷനിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ ഇംഗ്ലീഷിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ചാപ്റ്ററിന്റെ പേരുണ്ട് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ഇല്ലേ? ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്. ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അറിയാം. സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചല്ല പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് അതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് ആ പോയിന്റ്സ് ക്ലിയർ ചെയ്യുന്നത്. സോ നമുക്ക് അധികം വൈകാണ്ട്, അധികം സമയം കളയാണ്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ അല്ലേ? നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഈ ക്വസ്റ്റ്യൻ തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വുഡ് യു മൈൻഡ് എന്നുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് തവണ PC ക്വസ്റ്റ്യനിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വുഡ് യു മൈൻഡ് കൊണ്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴും അതിനുശേഷം വരുന്ന വെർബിന്റെ ഫോം എന്തായിരിക്കണം എന്നുള്ളത്. വുഡ് യു മൈൻഡിന് ശേഷം വരുന്ന വെർബിന്റെ ഫോം എന്തായിരിക്കണം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ, ടു ഓപ്പൺ, ഓപ്പണിംഗ്, ഓപ്പൺഡ്. അങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് വെർബിന്റെ V1 ഫോം ആണ്. ടു ഓപ്പൺ എന്ന് പറയുന്നത് 2 + V1 ആണ്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് ING ഫോം ആണ്. ഓപ്പൺഡ് എന്ന് പറയുന്നത് വെർബിന്റെ പാസ്റ്റ് ഫോം ആണ്. സോ 4 ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വുഡ് യു മൈൻഡിന് ശേഷം എന്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം മാത്രമേ യൂസ് ചെയ്യാമുള്ളൂ. ഓർത്തിരിക്കുക, വുഡ് യു മൈൻഡ് വെച്ചാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ എപ്പോഴും എന്താണ് വേണ്ടത്? വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. ഓർത്ത് വെക്കുക, വുഡ് യു മൈൻഡിന് ശേഷം എന്ത് വരണം? വെർബിന്റെ ING ഫോം വരണം. പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെന്റ്. ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെന്റ്. ഇവിടെ നമ്മുടെ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് ഡു യു മൈൻഡിലാണ് അല്ലെ? ഡു യു മൈൻഡ് കൊണ്ടാണ് നമ്മൾ എന്ത് സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് വുഡ് യു മൈൻഡ് ആയിരുന്നു എങ്കിൽ ഇവിടെ ഡു യു മൈൻഡ് ആണ്. ഓർത്തിരിക്കുക, ഡു യു മൈൻഡിന് ശേഷവും എപ്പോഴും വെർബിന്റെ ING ഫോം മാത്രമേ യൂസ് ചെയ്യാമുള്ളൂ. സോ 2 കാര്യങ്ങൾ, ഓരോ മാർക്ക് വീതം തരുന്ന 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും എപ്പോഴും എന്തേ ഉപയോഗിക്കാമുള്ളൂ? വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഡു യു മൈൻഡ് ഗിവിംഗ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെന്റ്. ഓക്കെ, വുഡ് യു മൈൻഡ് ഡാഷ്. വുഡ് യു മൈൻഡ് കാണുമ്പോൾ തന്നെ ഓർത്തോളുക, വെർബിന്റെ ഏത് ഫോമാണ്? വെർബിന്റെ ING ഫോം ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ കംസ്, ഇവിടെ കെയിം, ഇവിടെ കമ്മിങ്, കം. ഇവിടെ ING ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? തേർഡ് ഓപ്ഷൻ കമ്മിങ്. സോ നമുക്ക് കണ്ണടച്ച ആൻസർ ഓപ്ഷൻ മാർക്ക് ചെയ്യാം. കാരണം നമുക്കറിയാം വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും വെർബിന്റെ ഏത് ഫോം മാത്രമാണ്? ING ഫോം മാത്രമാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് കമ്മിങ് വിത്ത് മീ.
നമുക്ക് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഓർത്തിരിക്കാനാണ്. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്നിവയ്ക്ക് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം ഉപയോഗിക്കണം. ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ വേറെ 2 കാര്യങ്ങളും കൂടി എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോ യൂസ്, സ്പെൻഡ് ടൈം, ഹാവ് ഡിഫിക്കൽട്ടി. 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോ യൂസ്, സ്പെൻഡ് ടൈം, ഹാവ് ഡിഫിക്കൽട്ടി. ഈ 3 കാര്യങ്ങൾക്ക് ശേഷവും എപ്പോഴും എന്താണ്? തുടങ്ങിയവയ്ക്ക് ശേഷവും വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. സോ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെന്റൻസിൽ ഇറ്റ് ഈസ് നോ യൂസ് എന്നോ സ്പെൻഡ് ടൈം എന്നോ ഹാവ് ഡിഫിക്കൽട്ടി എന്നോ ചേർത്ത് സെന്റൻസ് വന്നാൽ അതിനുശേഷം ഏത് ഉപയോഗിക്കണം? വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. നോക്കിക്കേ, ഇറ്റ് ഈസ് നോ യൂസ്, സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇറ്റ് ഈസ് നോ യൂസ്. നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം ഏതേ ഉപയോഗിക്കാമുള്ളൂ? വെർബിന്റെ ING. ടെല്ലിങ് ഹിം ദ ട്രൂത്ത്. അതുപോലെ തന്നെ ദേ സ്പെൻഡ് ടൈം, സ്പെൻഡ് ടൈമിന് ശേഷം എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? സ്പെൻഡ് ടൈമിന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. സോ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് പഠിച്ചത്. എപ്പോഴും ഓർത്തിരിക്കുക, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, അതിനുശേഷം എന്താണ്? വെർബിന്റെ ING. അടുത്തയിലേക്ക് പോവാം. എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? വുഡ് യു ഡാഷ് യുവർ പെൻ. നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? വുഡ് യുക്ക് ശേഷം മൈൻഡ് എന്തുണ്ടായിരുന്നു? വുഡ് യു മൈൻഡ് എന്നുണ്ടായിരുന്നു. വുഡ് യു മൈൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? വെർബിന്റെ ആര് വേണം? ING വേണം. പക്ഷെ ഇവിടെ വുഡ് യു മൈൻഡ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? വുഡ് യു മാത്രമേ ഉള്ളൂ. അങ്ങനെ വുഡ് യു മാത്രം കൊണ്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ഫസ്റ്റ് ഫോം, വെർബിന്റെ ബേസ് ഫോം, ഒന്നും ചേർക്കാണ്ട ഫോം, പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം V1, V2, V3 3 ഫോം ഉണ്ടെന്ന് അറിയാം അല്ലെ? ഇതിൽ V1 ആയ വെർബിന്റെ ബേസ് ഫോം, ഏറ്റവും സിമ്പിൾ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഏതിനു ശേഷം? വുഡ് യുവിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരും? LEND, ലെൻഡ് അല്ലേ? ഇത് ING ആണ്. ഇവിടെ ലെൻസ് ഉണ്ട്, ഇവിടെ ലെൻഡഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ബേസ് ഫോം, ഒന്നും ചേർക്കാത്ത ഫോം. സോ ലെൻഡ്. ഏതിനു ശേഷം? വുഡ് യുവിന് ശേഷം. വുഡ് യു മൈൻഡ് ആണെങ്കിൽ ING, വുഡ് യു ആണെങ്കിൽ V1. ഓർത്തിരിക്കുക, വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ആണെങ്കിൽ ING, വുഡ് യു മാത്രമാണെങ്കിൽ V1. സോ നമ്മുടെ ആൻസർ വുഡ് യു ലെൻഡ് യുവർ പെൻ. V1 ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ വുഡ് യു. വുഡ് യുവിന് ശേഷം എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോം V1 ഉപയോഗിക്കണം. ക്ലിയർ ആണോ? അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ വുഡ് റാദർ ഡാഷ് അറ്റ് ഹോം ദാൻ ഗോ ഔട്ട് ടു നൈറ്റ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വുഡ് റാദർ. എല്ലാം കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, വുഡ് യു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വുഡ് റാദർ. വുഡ് റാദറിന് ശേഷവും എപ്പോഴും വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വുഡ് റാദർ. അപ്പൊ ഇവിടെ ഏത് വരും? സ്റ്റേയിങ്. ഏതാണ്? സ്റ്റേയിങ്. വുഡ് റാദറിന് ശേഷം ഏതേ ഉപയോഗിക്കാമുള്ളൂ? വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഐ വുഡ് റാദർ സ്റ്റേയിങ് അറ്റ് ഹോം ദാൻ ഗോ ഔട്ട് ടു നൈറ്റ്. വുഡ് റാദറിന് ശേഷം വെർബിന്റെ ING ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ വുഡ് റാദർ. സോ വുഡ് റാദറിന് ശേഷം എന്ത് വേണമെന്നാ പറഞ്ഞത്? വെർബിന്റെ ING ഫോം. ഓക്കെ, അടുത്തത് നോക്കാം. എന്തെഴുതിയിരിക്കുന്നത്? ഐ യൂസ്ഡ് ടു ഡാഷ് ദെയർ വെൻ ഐ വാസ് എ ചൈൽഡ്. ഈ യൂസ്ഡ് ടു എന്നുള്ളത് ഒരു ഓക്സിലറി വെർബാണ്. നമുക്കറിയാം യൂസ്ഡ് ടു എന്നുള്ളത് ഒരു ഓക്സിലറി വെർബാണ് അല്ലെ? ഒരു സഹായക ക്രിയ, ഹെൽപ്പിംഗ് വെർബാണ്. ഈ യൂസ്ഡ് ടു ഉപയോഗിച്ച് നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ഈ യൂസ്ഡ് ടുവിന് ശേഷം എപ്പോഴും വെർബിന്റെ V1 ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഓർത്തിരിക്കുക, 2 കാര്യങ്ങളുണ്ട് യൂസ്ഡ് ടുവിന്റെ. അതിൽ ഒന്നാമത്തെ റൂളാണ് ഞാൻ പറഞ്ഞത്. സബ്ജക്റ്റിന് ശേഷം നേരിട്ട് നമ്മൾ യൂസ്ഡ് ടു ആണ് ചേർക്കുന്നതെങ്കിൽ, സബ്ജക്റ്റ് ഇവിടെ I ആണ്, ഐക്ക് ശേഷം എന്തുപയോഗിച്ചു? യൂസ്ഡ് ടു ഉപയോഗിച്ചു. സോ സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ടുവിന് ശേഷം വെർബിന്റെ എന്ത് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്? വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഐ യൂസ്ഡ് ടു ഡാഷ്. ഇവിടെ എന്ത് വരും? ലിവ്ഡ് വരുമോ? ഇല്ല. ലിവ്ഡ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ഫോം ആണ്. ലിവിങ് വരുമോ? ഇല്ല അല്ലെ? കാരണം അത് ING ഫോം ആണ്. ഇനി ലിവ് ഉണ്ട്, ലിവ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ബേസ് ഫോം, ഒന്നും ചേർക്കാത്തത്. സോ ലിവ്സിൽ S ചേർന്നിട്ടുണ്ട്, അത് വേണ്ട. പിന്നെ ഏത് വരും? ലിവ്. സോ നമ്മുടെ ആൻസർ ഏതാണ്?
I used to live there when I was a child. Live എന്നുള്ളത് വെർബിന്റെ V1 ആണ്, ഓർത്തിരിക്കുക. സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ യൂസ്ഡ് ടുവിന് ശേഷം വെർബിന്റെ ഏത് ഫോം ആണ് വേണ്ടത്? വെർബിന്റെ ബേസ് ഫോം അഥവാ V1 ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് നോക്കിക്കേ. ഇവിടെയും നമ്മൾ ആരെ ഉപയോഗിച്ചിട്ടുണ്ട്? യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? കാണാലോ, ഇവിടെയും നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ആനന്ദ് ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. ആനന്ദ് ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. നമ്മൾ പറഞ്ഞു യൂസ്ഡ് ടുവിന് ശേഷം വെർബിന്റെ V1 ഉപയോഗിക്കണം. എപ്പോഴാണ് പറഞ്ഞത്? സബ്ജക്റ്റിന് ശേഷം ആരെ ഉപയോഗിക്കുമ്പോൾ? യൂസ്ഡ് ടു എന്ന് നേരിട്ട് ഉപയോഗിക്കുമ്പോൾ. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ആനന്ദാണല്ലേ ഇവിടുത്തെ സബ്ജക്റ്റ്. ആനന്ദിന് ശേഷം നമ്മൾ നേരിട്ടാണോ യൂസ്ഡ് ടു ഉപയോഗിച്ചത്? അല്ല, ആനന്ദിനും യൂസ്ഡ് ടുവിനും ഇടയ്ക്ക് ആരുണ്ട്? ഇവിടെ ഒരു ഈസ് കിടപ്പുണ്ടല്ലേ, മറ്റൊരു ഓക്സിലറി വെർബ് ഉണ്ട്. ഇങ്ങനെ സബ്ജക്റ്റിന് ശേഷം ഈസ്, ആർ, ആം, വാസ്, വെയർ, ഈ 5 ഓക്സിലറി വെർബിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചതിന് ശേഷമാണ് യൂസ്ഡ് ടു ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് ശേഷം ഈസ് എന്നോ, ആർ എന്നോ, ആം എന്നോ, വാസ് എന്നോ, വെയർ എന്നോ, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചതിന് ശേഷമാണ് ആരെ ഉപയോഗിക്കുന്നതെങ്കിൽ? യൂസ്ഡ് ടു ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ക്ലിയർ? 2 കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സബ്ജക്റ്റിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെർബിന്റെ ഏത് ഫോം വേണം? വെർബിന്റെ V1 അഥവാ ബേസ് ഫോം വേണം. അതാണ് നമ്മൾ ലിവ് കൊടുത്തത്. അതേസമയം സബ്ജക്റ്റിന് ശേഷം ഈസ്, ആർ, ആം, വാസ്, വെയർ ഇവയിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചതിന് ശേഷമാണ് എന്തുപയോഗിക്കുന്നതെങ്കിൽ? യൂസ്ഡ് ടു ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ വെർബിന്റെ ഏത് ഫോമേ പാടുള്ളൂ എന്ന് പറഞ്ഞു? പിന്നെ വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ക്ലിയർ? ഇവിടെ നമ്മളത് റൂളായിട്ട് എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റിന്റെ കൂടെ പ്ലസ് യൂസ്ഡ് ടു നേരിട്ട് വന്നാൽ വെർബിന്റെ ഏത് ഫോം ഉപയോഗിക്കണം? V1 ഉപയോഗിക്കണം. അതേ സമയത്ത് യൂസ്ഡ് ടു വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷം എന്ത്? ആം, ഈസ്, ആർ, വാസ്, വെയർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ എന്തുപയോഗിക്കണമെന്നാണ് പറഞ്ഞത്? വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, സോ യൂസ്ഡ് ടുവിന്റെ യൂസേജ് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. V1 ഉപയോഗിക്കും, ING ഉപയോഗിക്കും. V1 ഉപയോഗിക്കണമെങ്കിൽ യൂസ്ഡ് ടു എന്നുള്ളത് സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കണം. ING ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴാണ്? സബ്ജക്റ്റിന് ശേഷം ഈസ്, ആർ, ആം, വാസ്, വെയർ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ ഏതേ ഉപയോഗിക്കുകയുള്ളൂ? ING ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? V1 ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഹാഡ് ബെറ്റർ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും തന്നെ ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. സോ ഓർത്തിരുന്നോളുക, ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ V1 ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. എന്തായിരിക്കും? സ്റ്റേയിങ് വരില്ല, കാരണം അത് ING ആണ്. സ്റ്റേഡ് വരില്ല, കാരണം അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇനി എന്താണ്? ടു സ്റ്റേയുമുണ്ട്, സ്റ്റേയുമുണ്ട്. ഏതാണ് വരേണ്ടത്? ടു സ്റ്റേ വരില്ല, കാരണം 2 + V1 ആണ്. നമുക്ക് വേണ്ടത് വെറും V1. സോ ഇവിടെ എന്ത് വരും? യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. ആൻസർ സ്റ്റേ. ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ് വേണ്ടത്? വെർബിന്റെ ബേസ് ഫോം അഥവാ V1 ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതും ഹാഡ് ബെറ്ററിന്റെ എക്സാമ്പിൾ തന്നെയാണ്. എന്താണ്? യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. ഇനി നമുക്ക് അറിയാം, ഒന്നും നോക്കണ്ട, ഹാഡ് ബെറ്ററിന് ശേഷം നമുക്ക് എന്ത് വേണം? ഹാഡ് ബെറ്ററിന് ശേഷം നമുക്ക് V1 വേണം. സോ യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. എന്താണ്? യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. സോ ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ് വേണ്ടത്? ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ V1. പിന്നെ എവിടെയായിരുന്നു നമ്മൾ വെർബിന്റെ V1 പറഞ്ഞത്? സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു വന്നാൽ വെർബിന്റെ V1. പിന്നെ എന്തായിരുന്നു? എവിടെയായിരുന്നു? വുഡ് യു എന്ന് ചേർത്ത് മാത്രം വന്നു കഴിഞ്ഞാൽ അവിടെയും വെർബിന്റെ എന്താണ്?
V1 ആണ്. ബാക്കി നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ എന്തായിരുന്നു? വുഡ് യു മൈൻഡോ ഡു യു മൈൻഡ് ഒക്കെ ആണെങ്കിൽ വെർബിന്റെ ing. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു V1 ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഹാഡ് ബെറ്റർ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ലുക്ക് ഫോർവേഡ്. I look forward dash from you. I look forward dash from you. ഇവിടെയാണ് അടുത്ത കാര്യം വന്നിരിക്കുന്നത്. ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡിന് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഓർത്ത് വെക്കുക, ടു പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണ് എന്തിനു ശേഷം ഉപയോഗിക്കേണ്ടത്? ലുക്ക് ഫോർവേഡിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുമല്ലേ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? നമ്മൾ ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡിന് ശേഷം എന്താണ് വേണ്ടത്? വെർബിന്റെ ടു പ്ലസ് ing ഫോം. അങ്ങനെയാവുമ്പോൾ ഇവിടെ ഏത് വരും? ഇവിടെ 4ing ആണ് വേണ്ട, ഇവിടെ 4ഉം ing ഇല്ല, ഇവിടെ ബൈ ing ആണ് വേണ്ട. നമുക്ക് ഏതാ വേണ്ടത്? ടു പ്ലസ് ing. സോ എന്ത് വരും? ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. 2 plus ing form of the verb is used after look forward or looking forward. ചിലപ്പോൾ look forward എന്നായിരിക്കും, ചിലപ്പോൾ looking forward എന്നായിരിക്കും. look forward എന്ന് വന്നാലും looking forward എന്ന് വന്നാലും എന്തുപയോഗിക്കണം? 2 plus ing form of the verb. ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? I wish I dash how to make cakes. I wish I dash how to make cakes. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് I wish. I wish തുടങ്ങിയാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, I wish കൊണ്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന ഭാഗത്തെ വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ V2 ആയിരിക്കണം. എന്താണ് വെർബിന്റെ V2? V1 നമ്മൾ പറഞ്ഞു വെർബിന്റെ ബേസ് ഫോം അഥവാ പ്രസന്റ് ഫോം ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ V2 എന്തായിരിക്കും? വെർബിന്റെ പാസ്റ്റ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ്. അതാണ് ഉപയോഗിക്കേണ്ടത്. എവിടെ? I wish ചേർത്ത് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതിനുശേഷം വരുന്ന ഭാഗത്ത് വെർബിന്റെ ഏത് ഫോമാണ്? വെർബിന്റെ V2 ഫോം, പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോ, ന്യൂ, നോസ്, നോയിങ്. ഇതിലേതാണ്? നോയിങ് പറ്റില്ല, അത് ing ആണ്. നോ എന്ന് പറയുന്നതും നോസ് എന്ന് പറയുന്നതും രണ്ടും ഏതാണ്? പ്രസന്റ് ഫോം ആണ്. സബ്ജക്ട് സിംഗുലാർ ആണെങ്കിൽ നോസ്, പ്ലൂറൽ ആണെങ്കിൽ നോ. സോ നോയുടെ പാസ്റ്റ് ഫോം ഏതാണ്? ന്യൂ. ന്യൂ ആണ് നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ന്യൂ ഉപയോഗിച്ചത്? നമുക്കറിയാം, ഐ വിഷ് കൊണ്ടൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതിനുശേഷം വരുന്ന ഭാഗത്ത് വെർബിന്റെ ഏത് ഫോം ആയിരിക്കണം? വെർബിന്റെ V2 അഥവാ പാസ്റ്റ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അടുത്ത നോക്കിയേ, അതിന്റെ എക്സാമ്പിൾ ആണ്, അതിന്റെ റൂൾ ആണ് എഴുതിയിരിക്കുന്നത്. V2 ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഐ വിഷ്. ഐ വിഷിന് ശേഷം വരുന്ന ഭാഗത്ത് എന്തുപയോഗിക്കണം? വെർബിന്റെ സെക്കൻഡ് ഫോം V2 ഉപയോഗിക്കണം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ഹോം. അടുത്ത സെക്ഷൻ ഇറ്റ് ഈസ് ടൈം. ഇവിടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ടൈം കൊണ്ടാണ് നമ്മൾ ഇവിടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇറ്റ് ഈസ് ടൈം എന്നോ ഇറ്റ് ഈസ് നോട്ട് ടൈം എന്നോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ ഒക്കെ കൊണ്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് നോട്ട് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇവയിൽ ഏതെങ്കിലും കൊണ്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഓർമ്മയുണ്ടല്ലോ അല്ലെ? കേട്ടല്ലോ മൂന്നും. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന ഭാഗത്ത് ഉപയോഗിക്കേണ്ടത് വീണ്ടും വെർബിന്റെ V2 ആയിരിക്കണം, പാസ്റ്റ് ഫോം ആയിരിക്കണം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇവയിൽ ഏതെങ്കിലും കൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ഏത് ഫോം ആയിരിക്കണം? വെർബിന്റെ സെക്കൻഡ് ഫോം അഥവാ V2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ടു ഗോ വരുവോ? ഇല്ല, നമുക്കറിയാം അല്ലെ, 2 ആണ്. ഇനി എന്താണ്? ഗോയിങ് വരുവോ? ഇല്ല, ing ആണ്. അടുത്തത് എന്താണ്? വെന്റുമുണ്ട്, ഹാവ് ഗോണുമുണ്ട്. ഹാവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത്
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, V3 ആണ്. സോ അതും വരില്ല. പിന്നെ എന്ത് വരും? V2 ആയ went വരും. സോ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. ഇതിന് ശേഷം എന്ത് വേണം? വെർബിന്റെ V2 ഫോം വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ടൈം ടു ഡാഷ് പാർക്കിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. ഇത് മൂന്നിന് ശേഷം എന്ത് വരണമെന്ന് പറഞ്ഞു? വെർബിന്റെ V2 വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ആര് വന്നിട്ടുണ്ട്? ടു വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ആരാ വന്നിരിക്കുന്നത്? വി ആണ് വന്നിരിക്കുന്നത്. വി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊനൗൺ ആണ്. എന്താണ്? ഒരു പ്രൊനൗൺ ആണ്. സോ ഓർത്ത് വെച്ചോളുക, ഇറ്റ് ഈസ് ടൈമിന് ശേഷം വരുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ആണെങ്കിൽ എന്താണ്? ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ആണ് ഇറ്റ് ഈസ് ടൈമിനോ ഇറ്റ് ഈസ് ഹൈ ടൈമിനോ ഇറ്റ് ഈസ് അബൌട്ട് ടൈമിന് ശേഷമോ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വെർബിന്റെ V2 ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ടൈമിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ടു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു എന്നുള്ള പ്രിപ്പോസിഷൻ വന്നാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ V1 ആണ്. ക്ലിയർ ആയോ? ഇറ്റ് ഈസ് ടൈമിന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വന്നാൽ V2 ഉപയോഗിക്കുക, ടു വന്നാൽ എന്ത് ഉപയോഗിക്കുക? V1 ഉപയോഗിക്കുക. സോ ഇവിടെ ബി സ്റ്റാർട്ടഡ് പറ്റില്ല, സ്റ്റാർട്ടഡ് പറ്റില്ല, സ്റ്റാർട്ട്സും പറ്റില്ല. പിന്നെ എന്തേ വരുവുള്ളൂ? ഓൺലി സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വന്നാൽ V2, ടു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ വന്നാൽ V1. ക്ലിയർ? അടുത്തതിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നൗൺ ഓർ പ്രൊനൗൺ വന്നാൽ വെർബിന്റെ V2 ഫോം ഉപയോഗിക്കണം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു വന്നാൽ വെർബിന്റെ V1 ഉപയോഗിക്കണം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. നമുക്കറിയാം, നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ജെറൻഡ്സ് ആൻഡ് ഇൻഫിനിറ്റീവ്സ്. അതിൽ നിന്നും ഏറ്റവും സാധ്യതയുള്ളത് 98%ഓളവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരിലേക്കും ഇത് എത്തിക്കപ്പെടാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമന്റ്സ് ആയിട്ട് ചെയ്യുക. അടുത്ത കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.